السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പുണ്യമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു റമളാനിനെ പ്രതീക്ഷിച്ചിരുന്ന, നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന ഒട്ടനവധി സഹോദരന്മാർ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായപ്പോൾ 2024 റമളാനിൽ നമുക്ക് ജീവിക്കുവാനും അതിലുപരി പരിശുദ്ധമായ 1000 മാസങ്ങളെക്കാളേറെ പുണ്യങ്ങളടങ്ങുന്ന ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രികളെ സ്വീകരിക്കുവാൻ, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നമ്മുടെ കുടുംബത്തിൽ നാം ഒറ്റപ്പെട്ടു പോയപ്പോൾ, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന റൂമിൽ ഏങ്ങി കരഞ്ഞിട്ടുണ്ട്, സങ്കടം കൊണ്ട് വിതുമ്പിയിട്ടുണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ നരകത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹു എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെയും ആസ്വാദനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത് വതൽഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? എന്താണ് നിങ്ങൾ കരയാത്തത്? വഅൻതും സാമിദൂൻ, നിങ്ങൾ അശ്രദ്ധയിൽ മുന്നോട്ട് പോവുകയാണോ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെയുള്ള ചോദ്യം. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ, ഓരോ രാത്രിയുടെയും അന്ത്യായാമങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപരിലോകത്ത് നിന്ന് ഒന്നാനാകാശത്തേക്ക് കടന്നു വന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും, ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ? ഞാൻ അവർക്ക് പുറത്തു തരാം. ആ സമയത്തൊരു വിശ്വാസി സുജൂദിൽ കിടന്നുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടുകളോടെ, ഭയപ്പാടുള്ള ഹൃദയത്തോടെ, നിറഞ്ഞ കണ്ണുകളോടെ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ ഇന്നക അഫുവുൻ, തീർച്ചയായും പാപങ്ങൾ മാപ്പാക്കുന്നവനാണ് അല്ലാഹുവേ, തുഹിബ്ബുൽ അഫ്വ, പാപം പൊറുക്കാനേറെ ഇഷ്ടമുള്ളവനാണ്, ഫഅഫു അന്നി, ആകയാൽ എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ എന്ന് മനമുരുകി നിഷ്കളങ്കമായി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട വല്ലാത്തൊരു സന്ദർഭമാണ്. ഇനിയും ഇതുപോലെ ഒരു റമളാനിന് സാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കുമോ എന്നറിയില്ല. പ്രിയമുള്ളവരെ, ഓരോ റമളാനും ഓരോ നമസ്കാരവും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നമസ്കാരമായി. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തറാവീഹ് നമസ്കാരത്തിൽ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും 2ാമത്തെ റക്അത്തിലേക്ക് വന്നിട്ട് നേരെ സുജൂദിലേക്ക് വീണുപോയ ആ സഹോദരൻ മരണത്തിന് കീഴടങ്ങുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മരണം ഒന്ന് ശ്വാസം നിലച്ച് കുഴഞ്ഞു വീണ് താഴെ വീണു പോയാൽ നമ്മുടെ ജീവിതം, ഈ ലോകം കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അവസാനിക്കുകയാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ ഹൃദയമൊന്ന് വിശാലമാകാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമളാനിൻ്റെ 24 ദിനരാത്രങ്ങളിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, നാം ആലോചിക്കേണ്ടത്, ഈ റമളാനിൻ്റെ 24 ദിനരാത്രങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ അള്ളിപ്പിടിച്ചിരുന്ന അഹങ്കാരത്തിൻ്റെ, അഹന്തയുടെ, പകയുടെ, വിദ്വേഷത്തിൻ്റെ കളകൾ നീക്കിക്കൊണ്ട് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കഴിഞ്ഞുവോ? ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂല് മസ്ജിദുൻ നബവിയിൽ തൻ്റെ അനുചരന്മാരോട് ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റസൂൽ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, അയ്യുഹസ് സ്വഹാബ, അല്ലയോ എൻ്റെ സ്വഹാബത്തെ, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, നമ്മുടെ അടുത്തേക്കൊരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്, അയാൾ സ്വർഗവാസിയാണ്. എന്നിട്ട് പ്രവാചകൻ വീണ്ടും വിഷയത്തിലേക്ക് തുടർന്നു. നോക്കുമ്പോൾ അൻസാരിയായ ആ നാട്ടിലെ സാധാരണ ഒരു മനുഷ്യൻ, കർഷകനായ
അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒളുവെടുത്ത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകൾ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചിട്ട് ആ സദസ്സിലേക്ക് കയറിയിരുന്നു. റസൂലിൻ്റെ സ്വഹാബത്ത് പലരും അദ്ദേഹത്തിലേക്കൊന്ന് വീക്ഷിച്ചു. ഈ വ്യക്തിയെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. 3-4 ആഴ്ച കഴിഞ്ഞ് വീണ്ടും റസൂല് പറഞ്ഞു, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. അല്ലയോ സഹാബത്തെ, നമ്മുടെ അടുത്തേക്കൊരു മനുഷ്യനാഗതനാകുന്നുണ്ട്, അദ്ദേഹം സ്വർഗവാസിയാണ്. ആ ദിവസവും അവർ നോക്കുമ്പോൾ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഏതൊരു വ്യക്തിയെക്കുറിച്ചാണ് റസൂല് പറഞ്ഞത്, അതേ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് വീണ്ടും പ്രവാചകൻ പറഞ്ഞത്. വീണ്ടും 3-4 ആഴ്ച കഴിഞ്ഞ് റസൂല് തൻ്റെ അനുചരന്മാരോട് ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റസൂല് വീണ്ടും ആവർത്തിച്ചു, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബത്തെ, നമ്മുടെ അടുത്തേക്കൊരു മനുഷ്യനാഗതനാകുന്നുണ്ട്, അദ്ദേഹം സ്വർഗവാസിയാണ്. അള്ളാഹുവിൻ്റെ റസൂല് ഒരു വ്യക്തിയെക്കുറിച്ച് 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ റസൂലിൻ്റെ സ്വഹാബത്ത് ആകാംക്ഷയോടെ അത്ഭുതത്തോടെ, എന്താണ് അദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മം? നമ്മെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് മാത്രം പറയേണ്ട കാര്യം എന്താണെന്നറിയാൻ റസൂലിൻ്റെ സ്വഹാബികളിൽ ഒരാൾ അദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥിയായി താമസിച്ചു 3 ദിവസം. നോക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ 3-ാം ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് 3 പ്രാവശ്യം ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന എന്ന് താങ്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത് സൽക്കർമ്മമാണ് താങ്കൾ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അദ്ദേഹം അവിടെ ചേർത്തു പറയുന്നു, എനിക്കൊരു സ്വഭാവമുണ്ട്. ഒയ്റ അന്നി ലാ അജിദു ഫീ നഫ്സി ലഅഹദൻ മിനൽ മുസ്ലിമീന ഗിശ്ശ. മുസ്ലിമീങ്ങളിൽ ഒരു മനുഷ്യനോടും ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പകയും വിദ്വേഷവുമായിട്ട് ഉറങ്ങാറില്ല. ഞാൻ എല്ലാ മനുഷ്യർക്കും മാപ്പ് ചെയ്തു കൊടുക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ചെന്ന് ഈ വിവരം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അനുചരനോട് പറഞ്ഞത്, അതെ, ആ മനുഷ്യൻ്റെ ഹൃദയം നോക്കിയിട്ടാണ്, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത കണ്ടിട്ടാണ്. ആ മനുഷ്യൻ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും ആസ്വദിച്ചിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗാവകാശിയാണ് എന്ന് അള്ളാഹു വഹിയിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയിച്ച ആ അനുചരൻ ഹൃദയവിശാലതയുടെ നിറകുടമായിരുന്നു. ഈ പരിശുദ്ധ റമളാൻ നമ്മുടെ കുടുംബത്തോട്, മക്കളോട്, പ്രായമായ മാതാപിതാക്കളോട്, നമ്മളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് ഹൃദയ കാരുണ്യത്തോടെ റമളാൻ കഴിഞ്ഞാലും സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ മരണം ആഘതമാകുന്നതുവരെ, ഹത്തായ യഅതിയൽ യഖീൻ, മരണമാഘസമാകുന്നതുവരെ ഈ കർമ്മങ്ങളിൽ നിരതരാകുവാൻ, അള്ളാഹുവിനെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.